നോക്കിട്ടാ ഇത്രക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ? ഇനിയിപ്പൊ നിനക്ക് സുഖമാ. ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ. ഓ, പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ. ഓ, എന്താ പോരെ? ദാ വരുന്നുണ്ടല്ലോ. ആ, ആനയെ കൊണ്ടുവന്നെന്നറിഞ്ഞപ്പോ പട്ടയും കൊണ്ടാ വരവ്. വാ, നമുക്ക് അകത്തേക്ക് പോവാം. നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറോ? ഒത്തിരി കഴിക്കും. അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ, അന്നേ ഞാൻ വെറുത്തതാ. സംസ്കാരമില്ലാത്ത ജന്തു. നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയില്ല അമ്മായി. അല്ല, അവളെന്താ എന്നെ കണ്ടപ്പോ അകത്ത് കയറി പോക്കോഞ്ഞു? അവിടെ കൂടെ ആ സുഗറ ഉള്ളത് കൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ, നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഇത് കണ്ടോ? ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും. ആനക്ക് എന്താ തീറ്റ വേണ്ട വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോട ചെക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടണ്ട. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല, ഇവൻ എനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു. എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ചേർന്ന പോലെ നീയും. നോക്കൂ നോക്കൂ, നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? ആ